പ്രവാസ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുന്നേ ഗൾഫ് ജീവിതം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ആദ്യമായി മത്തിക്കറിയും ചോറും വിളമ്പി തന്ന ചേട്ടനെ കാണാനുള്ള എൻ്റെ സുഹൃത്ത് നജീം അവൻ്റെ മൊബൈൽ ഫോണിലെടുത്ത വീഡിയോ അധികം എഡിറ്റൊന്നും ചെയ്യാതെ തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 2006 ഞാൻ എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുമ്പോൾ എന്നോടൊപ്പം താമസിച്ചിരുന്ന ഒരു മകനെപ്പോലെ എന്നോട് വാത്സല്യം കാണിച്ചിരുന്ന രാമചന്ദ്രൻ എന്ന കരുനാഗപ്പള്ളിക്കാരനായ ചേട്ടനെ 13 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട് തേടി പിടിച്ചു പോയി കാണാൻ സാധിച്ച സന്തോഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏകദേശം 4 വർഷങ്ങൾ മാത്രമാണ് അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രായാധിക്യം കാരണം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഓരോ അവധിക്കും ഞാൻ നാട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിനെ കാണണം എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ സാധിച്ചിട്ടില്ല. ഇത്തവണ നമ്പർ തപ്പിപ്പിടിച്ച് ഞാൻ വിളിച്ചു. എൻ്റെ ഫോൺ എടുത്തത് ചേച്ചിയായിരുന്നു. ചേട്ടനുണ്ടോ എന്ന എൻ്റെ ചോദ്യത്തിന് ആദ്യ മറുപടി എന്നെ ശരിക്കും ഞെട്ടിച്ചു. നവാസാണോ മോനെ എന്നായിരുന്നു. അക്ഷരാർത്ഥത്തിൽ എന്നെ വളരെ ഞെട്ടിച്ച ഒരു ചോദ്യമായിരുന്നു. ഇത്ര വർഷത്തിന് ശേഷവും എൻ്റെ ഒരൊറ്റ ചോദ്യത്തിൽ എങ്ങനെ എന്നെ മനസ്സിലാക്കി എന്ന സംശയം എനിക്കവരെ നേരിട്ട് കണ്ടപ്പോഴാണ് മാറിയത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പറയുമായിരുന്നു അത്രേ, എടോ നവാസിന് എൻ്റെ നമ്പർ നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ അവൻ എന്നെ കാണാൻ വരേണ്ടതാണ്, അവൻ എന്നെ വിളിക്കേണ്ടതാണ് എന്നൊക്കെ പറയുമായിരുന്നു അത്രേ. അപ്പോൾ ഈ കാര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാവാം ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൽ തന്നെ എന്നെ തിരിച്ചറിഞ്ഞത്. പെൺമക്കളെ കെട്ടിച്ചു വിട്ട് ഈ കൊച്ചു വീട്ടിൽ പഴയ റേഡിയോയുടെ പിൻബലത്തിൽ ജീവിക്കുകയാണ് ഇന്ന് ഈ ചേട്ടനും ചേച്ചിയും. മുല്ലമുറ്റത്ത് എന്ന ഈ അഡ്രസ്സിൽ നിന്നും ഇടയ്ക്കിടെ വന്നിരുന്ന കത്തുകൾ ഞാനായിരുന്നു ചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വീട് കണ്ടുപിടിക്കാൻ മുല്ലമുറ്റത്തെ രാമചന്ദ്രനെ അറിയാമോ എന്ന എൻ്റെ ചോദ്യം വളരെ എളുപ്പം തന്നെ എന്നെ ആ വീട്ടിൻ്റെ പരിസരത്തേക്ക് എത്തിക്കുകയായിരുന്നു. ജീവിതത്തിൽ നാം എന്തൊക്കെ നേടുമ്പോഴും എന്തൊക്കെ നൽകിയാലും ലഭിക്കാത്ത ഒന്നാണ് ആത്മാർത്ഥമായ സ്നേഹം.